ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി പ്രകാരമുള്ള ബയോളജി ക്വസ്റ്റ്യനുകളുടെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കിയാലോ. 61ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളത്. കോശശ്വസനത്തെ പറ്റിയുള്ള റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് സ്റ്റാൻഡേർഡ് 9 ചാപ്റ്റർ 4 ഊർജ്ജത്തിനായി ശ്വസിക്കാം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കണ്ടെത്താൻ കഴിയും. എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശശ്വസനം? ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് പറയാം, കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് വിഘടിപ്പിച്ചിട്ട് എനർജി സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയെയാണ് നമ്മൾ കോശശ്വസനം എന്ന് പറയുന്നത്. 2 ഘട്ടങ്ങളിലൂടെയാണ് ഈ കോശശ്വസനം നടക്കുന്നത്. ആദ്യത്തെ ഘട്ടമാണ് ഗ്ലൈക്കോലിസിസ്, രണ്ടാമത്തെ ഘട്ടമാണ് ക്രിബ്സ് സൈക്കിൾ. ഒന്നാമത്തെ ഘട്ടമായ ഗ്ലൈക്കോലിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലും രണ്ടാമത്തെ ഘട്ടമായ ക്രിബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലുമാണ്. ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്ന ഘട്ടത്തിൽ നമ്മുടെ ഗ്ലൂക്കോസ് ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാതെ പൈറൂവിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ്. പൈറൂവിക് ആസിഡിനൊപ്പം ഒരു ചെറിയ തോതിൽ എനർജിയും റിലീസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ 2 ATP മോളിക്യൂൾസാണ് അവിടെ റിലീസ് ചെയ്യുന്നത്. രണ്ടാം ഘട്ടമായ ക്രിബ്സ് സൈക്കിളിൽ ഈ പൈറൂവിക് ആസിഡ് നിരവധി രാസമാറ്റങ്ങളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അതുപോലെ തന്നെ എനർജി മോളിക്യൂളുകളെയും റിലീസ് ചെയ്യുന്നു. ഇത് ഓക്സിജൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ഗ്ലൈക്കോലിസിസ് ഓക്സിജൻ്റെ ആബ്സെൻസിലും ക്രിബ്സ് സൈക്കിൾ ഓക്സിജൻ്റെ പ്രസൻസിലുമാണ് നടക്കുന്നത്. ഇവിടെ ക്രിബ്സ് സൈക്കിളിൽ റിലീസ് ചെയ്യുന്ന എനർജി ഗ്ലൈക്കോലിസിസിനെ വെച്ച് നോക്കുമ്പം വളരെ കൂടുതലാണ്. ഗ്ലൈക്കോലിസിസിൽ 2 ATP മോളിക്യൂളാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ ക്രിബ്സ് സൈക്കിളിൽ 28 ATP മോളിക്യൂളാണ് റിലീസ് ചെയ്യുന്നത്. ഗ്ലൈക്കോലിസിസിനെയും ക്രിബ്സ് സൈക്കിളിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് സെല്ലുലാർ റെസ്പിറേഷൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. സെല്ലുലാർ റെസ്പിറേഷൻ എന്നാൽ ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് എനർജി റിലീസ് ചെയ്യുന്ന പ്രക്രിയയാണല്ലോ. അപ്പം ഗ്ലൂക്കോസ് എന്നാൽ C6H12O6 പ്ലസ് 6O2 മോളിക്യൂൾ ഓക്സിജനെ ഉപയോഗിച്ചു ഗീവ്സ് എനർജി റിലീസ് ചെയ്യുന്ന പ്രക്രിയ. ഗ്ലൈക്കോലിസിസിൽ 2 ATP മോളിക്യൂൾ, ക്രിബ്സ് സൈക്കിളിൽ 28 ATP മോളിക്യൂൾ റിലീസ് ചെയ്തു. രണ്ടും കൂടെ കൂട്ടിയാൽ 30 ATP മോളിക്യൂൾ. അതുപോലെ ക്രിബ്സ് സൈക്കിളിൽ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണല്ലോ ഉണ്ടായത്. നമുക്കതിനെ ബാലൻസ് ചെയ്ത് 6H2O പ്ലസ് 6CO2 എന്ന് എഴുതാൻ പറ്റും. സോ C6H12O6 പ്ലസ് 6O2 ഗീവ് 6H2O പ്ലസ് 6CO2 പ്ലസ് 30 ATP മോളിക്യൂൾസ്. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ പോയിൻ്റ് ആയിരുന്നു കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ചും നടക്കുന്നു എന്നുള്ളത്. അതിൽ കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവത്തിൽ വെച്ചാണ്, പക്ഷേ രണ്ടാം ഘട്ടം മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ പോയിൻ്റ് ആയിരുന്നു ആദ്യഘട്ടമായ ഗ്ലൈക്കോസിസിന് ഓക്സിജൻ ആവശ്യമാണെന്നുള്ളത്. അത് തെറ്റാണ്. ഗ്ലൈക്കോസിസിന് ഓക്സിജൻ ആവശ്യമല്ല. രണ്ടാം ഘട്ടത്തിലാണ് ഓക്സിജൻ വേണ്ടത്. മൂന്നാം പോയിൻ്റാണ് ഗ്ലൈക്കോസിസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു എന്നുള്ളത്. അല്ല, ഗ്ലൈക്കോസിസിൻ്റെ ഫലമായിട്ട് നമുക്ക് 2 ATP മോളിക്യൂളുകളെ ഉണ്ടാകുന്നുള്ളൂ. ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു എന്നുള്ളതായിരുന്നു നാലാമത്തെ പോയിൻ്റ്. ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായിട്ടാണ് മാറുന്നത്. അത് കറക്റ്റ് പോയിൻ്റാണ്. ഓപ്ഷൻ ഡി 4 മാത്രമാണ് ശരി. 62ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്തിലാണ് കാണുന്നതെന്നുള്ളത്. നമുക്ക് സ്റ്റാൻഡേർഡ് 10 ചാപ്റ്റർ 2 അറിവിൻ്റെ വാതായനങ്ങളിൽ നിന്നും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കണ്ടെത്താം. വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കണ്ണിലാണ് കാണപ്പെടുന്നത്. എന്താണ് വിട്രിയസ് ദ്രവം? നമ്മുടെ കണ്ണിൽ 2 തരം ദ്രവങ്ങളാണുള്ളത്. ഒന്ന് അക്വസ് ദ്രവവും രണ്ടാമത്തേത് വിട്രിയസ് ദ്രവവും. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നതാണ് വിട്രിയസ് ദ്രവം. എന്നാൽ ഇതോ കാണുന്നത് എവിടെയാണ്? നമ്മുടെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലത്തെ ഒരു ദ്രവമാണ് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. അക്വസ് ദ്രവം എന്ന് പറയുന്നത് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്നവയാണ്. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗീകരണം ചെയ്യപ്പെടുന്ന ദ്രവമാണ്. ഇത് കോർണിയയുടെയും ലെൻസിൻ്റെയും ഇടയിലുള്ള അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ്.
അക്വസ് ദ്രവം ജലം പോലുള്ളതും വിട്രിയസ് ദ്രവം ജെല്ലി പോലുള്ളതുമാണ്. വിട്രിയസ് ദ്രവം ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലും, അക്വസ് ദ്രവം കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അക്വസ് ദ്രവം അക്വസ് ചാമ്പറിലും വിട്രിയസ് ദ്രവം വിട്രിയസ് ചാമ്പറിലുമാണ് കാണപ്പെടുന്നത്. 63ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏത് എന്നുള്ളത്. അതിൻ്റെ ആൻസർ മൊനീറയാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് 8 ചാപ്റ്റർ 12 തരം തിരിക്കുന്നത് എന്തിന് എന്നുള്ളതിൽ നിന്നും നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കണ്ടെത്താം. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റോബർട്ട് എച്ച് വിറ്റാക്കർ നടത്തിയ ജീവിവർഗങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ മൊനീറ, പ്രൊട്ടീസ്റ്റ, ഫംജെ, പ്ലാന്റ്, അനിമേലിയ എന്നിങ്ങനെ 5 വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മൊനീറയിൽ ബാക്ടീരിയകളാണ് ഉൾപ്പെട്ടിരുന്നത്. ഇവ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളായിരുന്നു. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനും. രണ്ടാമത്തെ വിഭാഗം പ്രൊട്ടീസ്റ്റ, അമീബ ഉൾപ്പെടുന്ന ജീവിവർഗമാണിത്. ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികളാണ് പ്രൊട്ടീസ്റ്റ എന്ന് പറയുന്നത്. പിന്നെ ഓപ്ഷനിലുണ്ടായിരുന്നതായിരുന്നു ഫംജെ. ഫംജെ എന്നാൽ കുമിളുകളാണ്. സഞ്ചരിക്കുവാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ, ഇവയാണ് ഫംജയിൽ പെടുന്നത്. കിങ്ഡം പ്ലാന്റയിൽ പെടുന്നത് സസ്യങ്ങളാണ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാകാം. സ്വപോക്ഷികളും സഞ്ചാരശേഷിയും ഇല്ലാത്തവയുമായ ബഹുകോശ ജീവികൾ. കിങ്ഡം ആനിമേലിയയിൽ വരുന്നത് ജന്തുക്കളാണ്. പരപോഷികളും സഞ്ചാരശേഷിയും ഉള്ളവയുമായ ബഹുകോശ ജീവികളാണ് ഈ കിങ്ഡത്തിൽ പെടുന്നത്. 64ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണെന്നുള്ളത്. ആൻസർ ഡി, സൊമാറ്റോട്രോപ്പിനാണ്. സ്റ്റാൻഡേർഡ് 10 ചാപ്റ്റർ 3 സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങളിൽ നിന്നും നമുക്കതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കണ്ടെത്താം. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. ഇത് വളർച്ചാ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ അമിതമായിട്ട് ശരീരവളർച്ച ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം, അതല്ലെങ്കിൽ ജൈജാൻറ്റിസം എന്ന് പറയുന്നത്. എന്നാൽ ഈ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുകയാണെങ്കിൽ മുരടിച്ച് വാമനത്വം എന്ന് പറയുന്നൊരു അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം ചിലരുടെയൊക്കെ മുഖം, താടിയെല്ല, വിരലുകൾ എന്നിവയൊക്കെ അവിടങ്ങളിലേക്ക് അസ്ഥികൾ വളരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു അവസ്ഥ അക്രോമെഗലി എന്ന് അറിയപ്പെടുന്നു. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സൊമാറ്റോട്രോപ്പിൻ ഇച്ചിരൂടെ അക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകളിൽ ഒന്നാണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ തന്നെ പിന്തളത്തിൽ നിന്നും സ്രവിക്കുന്ന 2 ഹോർമോണുകളുണ്ട്. അത് ഓക്സിറ്റോക്സിനും വാസോപ്രസിനും എന്നിവയാണ്. ഈ വാസോപ്രസിൻ ADH എന്നറിയപ്പെടുന്നു, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഇത് വൃക്കയിലെ ജലത്തിൽ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ്. ഓപ്ഷനിൽ തന്നിരിക്കുന്ന വേറൊരു ഹോർമോൺ ആയിരുന്നു തൈറോക്സിൻ എന്ന് പറയുന്നത്. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. അതിലൊരു ഹോർമോണാണ് തൈറോക്സിൻ. ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസം എന്നും തൈറോക്സിൻ്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലം ഹൈപ്പർ തൈറോയിഡിസവും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ വേറൊരു ഓപ്ഷനായിരുന്നു അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണിൽ ഒന്നാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണാണിത്. ഇതുവഴി സാഹചര്യങ്ങളോട് പോരാടാനോ പിന്തിരിഞ്ഞോടാനോ നമുക്ക് കഴിയുന്നു. 65ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത് എന്നുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി, സ്ക്ലീറൻകൈമയാണ്. സസ്യങ്ങളുടെ ഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന തരം ടിഷ്യൂസാണ് സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. നമുക്ക് സസ്യങ്ങളുടെ വിവിധ തരം കലകൾ ഏതൊക്കെയെന്ന് നോക്കാം. സസ്യങ്ങളുടെ വിവിധ തരം കലകൾ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം എന്നിവയാണ്. അതിൽ സംവഹന കലകൾ എന്നുള്ളവയ്ക്ക് ഉദാഹരണമാണ് നമ്മുടെ സൈലവും ഫ്ലോയവും. സൈലവും ഫ്ലോയവും അല്ലാതെ നമുക്ക് ബാക്കി ടിഷ്യൂസിൻ്റെ പ്രത്യേകതകൾ നോക്കിയാൽ
പാരൻകൈമ എന്ന് പറയുന്നത് ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നവയാണ് പാരൻകൈമ. ഇവ മൃദുവായ സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഫോട്ടോസിന്തസിസിനും ആഹാര സംഭരണത്തിനുമൊക്കെ സഹായിക്കുന്നത് ഈ പാരൻകൈമയാണ്. അതിൽ പി ഫോട്ടോസിന്തസിസ്, പാരൻകൈമ അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കോളൻകൈമ എന്ന് പറയുന്നത് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത്, മീൻസ് കോർണർ എന്നുള്ളതിൽ സി എന്ന് വെച്ച് നമുക്ക് കണക്റ്റ് ആക്കാം. അതുപോലെ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് ഈ കോളൻ കൈമയാണ്. ക്ലീറൻ കൈമ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ സംവഹന കലകൾ അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂസിന് ഉദാഹരണമാണ് സൈലവും ഫ്ലോയവും. അവയിൽ പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയാകിയാൽ അവയെ നമുക്ക് കോംപ്ലക്സ് ടിഷ്യൂ അല്ലെങ്കിൽ സങ്കീർണ കലകൾ എന്നും വിശേഷിപ്പിക്കാം. സൈലത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് വേര് ആഗീകരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലെത്തിക്കുക എന്നുള്ളതാണ്. ഫ്ലോയത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഇലകളിൽ തയ്യാറാക്കിയിരിക്കുന്ന ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ചെറുകുടലിനകത്തെ പോഷക ആഗീകരണത്തിലുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഭാഗം ഏത് എന്നുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വില്ലസുകളാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് 9 ചാപ്റ്റർ 2 ആഹാരം അന്നപഥത്തിൽ എന്നുള്ളതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. ചെറുകുടലിന് അകത്തെ പോഷക ആഗീകരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നവയാണ് വില്ലസുകൾ എന്ന് പറയുന്നത്. ഈ വില്ലസുകൾ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ്. ഈ ഒറ്റ നിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസുകളിൽ രക്തലോമികകളും ലിംഫ് ലോമികകളായ ലാക്റ്റിയലുകളും കാണപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ക്വസ്റ്റ്യൻ നമ്പർ 67. ആൻസർ ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൻ. നമുക്ക് ഇത് സ്റ്റാൻഡേർഡ് 8 ചാപ്റ്റർ 12 തരംതിരിക്കുന്നത് എന്തിനെ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ജൈവവൈവിധ്യം എന്താണ്? ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേർന്നതാണ് ജൈവവൈവിധ്യം എന്ന് പറയുന്നത്. 1985 ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഈ പ്രകൃതിശാസ്ത്രജ്ഞൻ ഉപയോഗിക്കുന്നത്, വാൾട്ടർ ജി റോസൻ. ആരായിരുന്നു റേച്ചൽ കാഴ്സൺ? DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് നിശബ്ദ വസന്തം അഥവാ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച അമേരിക്കൻ ഗവേഷകയാണ് റേച്ചൽ കാഴ്സൺ എന്ന് പറയുന്നത്. റേച്ചൽ കാഴ്സൺ അവരുടെ വർക്കായ സൈലൻറ്റ് സ്പ്രിംഗ് അതിൻ്റെ പേരിലാണ് പ്രശസ്തയായതും. 1972 അമേരിക്കയിലെ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് ഇത്. DDTയുടെ അപരനാമം എന്താണ്? ഇൻസെക്റ്റ് ബോംബ് എന്നുള്ളതാണ്. ഓപ്ഷനിൽ കൊടുത്ത വേറൊരു വ്യക്തിയാണ് ഏണസ്റ്റ് ഹെക്കൽ എന്ന് പറയുന്നത്. ഏണസ്റ്റ് ഹെക്കൽ എന്ന് പറയുന്നത് ചാൾസ് ഡാർവിൻ്റെ പ്രസിദ്ധീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ജീവജാലങ്ങളെ ബന്ധിപ്പിക്കുന്ന വംശാവലി മാപ്പ് ചെയ്യുകയും അതുപോലെ ഫൈലം, പ്രൊട്ടീസ്റ്റ, ഫൈലോജനി, ആന്ത്രോപോജനി, ഇക്കോളജി എന്നിവ ഉൾപ്പെട്ട പല ശാസ്ത്രശാഖകളും കണ്ടെത്തുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അടുത്ത ചോദ്യം 68. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? ഓപ്ഷൻ എ പ്ലാസൻ്റയാണ് അതിൻ്റെ ആൻസർ. സ്റ്റാൻഡേർഡ് 8 ചാപ്റ്റർ 14 തലമുറകളുടെ തുടർച്ചയ്ക്ക് എന്നുള്ളതിൽ നിന്നും നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കണ്ടെത്താം. ഒരു ഭ്രൂണം ഗർഭാശയത്തിലെ എൻഡോമെട്രിയത്തിനോട് പറ്റിച്ചേർന്നാണ് വളരുന്നത്. ഈ ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ പ്ലാസൻ്റ എന്ന് വിളിക്കുന്നത്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ആ ഭാഗമാണ് പ്ലാസൻ്റ എന്ന് അറിയപ്പെടുന്നത്. അമ്നിയോൺ എന്ന് പറയുന്നത് ഗർഭാശയത്തിനുള്ളിൽ കുഞ്ഞിൻ്റെ വളർച്ച പൂർത്തിയാക്കുന്ന ഭ്രൂണകോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ആവരണമാണ് അമ്നിയോൺ എന്ന് പറയുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ നിർജ്ജലീകരണം തടയുകയും ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് അമ്നിയോട്ടിക് ദ്രവം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 69. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? അതിൻ്റെ ആൻസറാണ് ഓപ്ഷൻ സി വൃക്ക ധമനി എന്നുള്ളത്.
സ്റ്റാൻഡേർഡ് 9 ചാപ്റ്റർ 4 ഊർജ്ജത്തിനായി ശ്വസിക്കാം എന്നുള്ളതിൽ നിന്ന് നമുക്കതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കണ്ടെത്താം. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വൃക്കാധമനി എന്ന് പറയുന്നത് മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴി ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. വൃക്ക സിര അഥവാ റീനൽ വെയിൻ എന്ന് പറയുന്നത് മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം ഈ വൃക്ക സിര വഴിയാണ് മഹാസിരയിലേക്ക് എത്തുന്നത്. 70ാമത്തെ ക്വസ്റ്റ്യനാണ് നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ 3യും ഓപ്ഷൻ 4ഉം മാത്രമാണ് ശരി. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ഇനി എന്താണ് നിശാന്തത, സിറോഫ്താൽമിയ എന്നിവ നമുക്ക് നോക്കാം. സിറോഫ്താൽമിയ എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ്. ഇനി നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നതും വിറ്റാമിൻ എയുടെ അഭാവം മൂലം തന്നെയാണ്. പക്ഷെ വിറ്റാമിൻ എയുടെ അഭാവം ഉണ്ടാകുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്നുണ്ട്. അപ്പം വിറ്റാമിൻ എയുടെ കുറവ് മൂലം തന്നെയാണ് സിറോഫ്താൽമിയയും നൈറ്റ് ബ്ലൈൻഡ്നസ്സും ഉണ്ടാകുന്നത്. പക്ഷേ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറഞ്ഞ് റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നത് നിശാന്തതയും, വിറ്റാമിൻ എയുടെ അഭാവം ഉണ്ടാകുമ്പോൾ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥ സിറോഫ്താൽമിയയുമാണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ഓപ്ഷൻ ഡി അലുമിനിയമാണ് കറക്റ്റ് ആൻസർ. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. പലതരം സാന്ദ്രണ രീതികളുണ്ട്. ചാപ്റ്റർ 4 സ്റ്റാൻഡേർഡ് 10 ചാപ്റ്റർ 4 ലോഹനിർമ്മാണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യനുകൾ വന്നിരിക്കുന്നത്. പലതരം സാന്ദ്രണ രീതികളുണ്ടെന്ന് പറഞ്ഞു. അതിലൊരു വഴിയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്, അലുമിനിയത്തിൻ്റെ അയിരുകളെ സാന്ദ്രണം ചെയ്യുന്ന വഴി. വേറൊരു വഴിയാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. സാധാരണയായിട്ട് അത് സ്വർണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണത്തിനാണ് ഉപയോഗിക്കുന്നത്. വേറൊരു വഴിയാണ് പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രൂത്ത് ഫ്ലോട്ടേഷൻ. അത് സാധാരണയായി സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്നു. കാന്തിക വിഭജനം അഥവാ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത് അയേണിൻ്റെ അയിരുകളെ അല്ലെങ്കിൽ ടിൻ സ്റ്റോൺ എന്നിവയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗമാണ്. എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോ ബാറുകൾ. ഓപ്ഷൻ എ ഐസോ ബാറുകളാണ് അതിൻ്റെ ആൻസർ. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവ അറിയപ്പെടുന്ന പേരാണ് ഐസോടോപ്പുകൾ എന്നത്. ഐസോടോണുകൾ എന്ന് പറയുന്നത് ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെയാണ് ഐസോടോണുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇതിലുള്ള മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു ഉപലോഹങ്ങൾ എന്നുള്ളത്. ഉപലോഹങ്ങൾ എന്ന് വെച്ചാൽ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളാണ്. ഉദാഹരണം സിലിക്കൺ, ജെർമീനിയം, ആഴ്സനിക്, ആന്റിമണി, ടെലൂറിയം എന്നിവ. 73ാമത്തെ ക്വസ്റ്റ്യൻ ആണ് റബ്ബറിൻ്റെ മോണോമർ എന്താണെന്നുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഐസോപ്രീൻ ആണ്. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 17 ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമുക്കതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കണ്ടെത്താം. നമുക്കറിയാം പോളിമർ എന്ന് പറഞ്ഞാൽ അനേകം ലഘു തന്മാത്രകൾ. ആ ലഘു തന്മാത്രകൾക്ക് പറയുന്ന പേരാണ് മോണോമറുകൾ. അവ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു വലിയ ബൃഹത് തന്മാത്രയാണ് പോളിമറുകൾ എന്ന് പറയുന്നത്. ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറുകളാണ് റബ്ബർ എന്ന് പറയുന്നത്. ഈ റബ്ബർ മരത്തിൽ നിന്നെടുക്കുന്ന റബ്ബർ പാലിൽ നിന്നാണ് റബ്ബർ വേർതിരിച്ചെടുക്കുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ നാച്ചുറൽ റബ്ബറിലെ മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് ഐസോപ്രീൻ ആണ്. ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന പോളിമറാണ് റബ്ബർ എന്ന് പറയുന്നത്. എന്നാൽ നാച്ചുറൽ റബ്ബർ അല്ലാതെ നമുക്ക് കൃത്രിമ റബ്ബറുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെയുള്ള കൃത്രിമ റബ്ബറുകളാണ് നിയോപ്രീൻ,
തയോക്കോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ എന്നിവ. റബ്ബറിന്റെ സ്വഭാവങ്ങളുള്ള കൃത്രിമ പോളിമറുകൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. അവയാണ് ഈ കൃത്രിമ റബ്ബറുകൾ എന്ന് പറയുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റേഡിയോ ആക്ടിവിത കണ്ടെത്തിയത് ആര്? ഓപ്ഷൻ സി ഹെൻറി ബെക്യുറൽ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ബാക്കി ഓപ്ഷനുകളെല്ലാം വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 9 ചാപ്റ്റർ 1 ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നാണ്. വില്യം ക്രൂക്സ് 1875 ഹെൻറിച്ച് ഗ്ലീസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. വാതകങ്ങളിലൂടെയുള്ള വൈദ്യുത ഡിസ്ചാർജിന് കൂടുതൽ വ്യക്തത നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. യൂഗൻ ഗോൾസ്റ്റീൻ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഹാൻസ് ഗീഗർ റേഡിയേഷൻ മെഷർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഗീഗർ കൗണ്ടർ വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് എന്നുള്ളത്. ഓപ്ഷൻ ഡി ആണ്, അദ്ദേഹം ന്യൂട്രോണിനെ കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കണ്ടെത്താം. ഓപ്ഷൻ സി പറയുന്നത് പോലെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തുകയും ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികൾ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണെന്ന് തെളിയിച്ചതും ജെ തോംസൺ ആണ്. ഈ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾക്ക് മാസും ഊർജവും ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ തോംസൺ എന്നാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം പ്ലം പുഡിംഗ് മാതൃക അഥവാ വാട്ടർമെലോൺ മാതൃകയാണ് മുന്നോട്ട് വെച്ചത്. 75ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളത്. ഓപ്ഷൻ ഡി 4 മടങ്ങാകും എന്നുള്ളതാണ് അതിന്റെ ആൻസർ. സ്റ്റാൻഡേർഡ് 9 ചാപ്റ്റർ 5 പ്രവൃത്തി, ഊർജം, പവർ എന്നതിൽ നിന്ന് നമുക്ക് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കണ്ടെത്താം. യാന്ത്രികോർജം അഥവാ മെക്കാനിക്കൽ എനർജിയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: ഗതികോർജം, സ്ഥിതികോർജം. ഗതികോർജം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം എന്ന് പറയുന്നത്. ഇവിടെ വി എന്നത് പ്രവേഗവും എം എന്നത് മാസുമാണ്. സോ ഗതികോർജത്തിന്റെ ഇക്വേഷൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ½ mv². നമ്മുടെ ചോദ്യം പ്രവേഗം അഥവാ വി എന്ന് പറയുന്നത് ഇരട്ടിയായാൽ ഗതികോർജത്തിന് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. വി എന്ന് പറയുന്ന ടേം ഇരട്ടിയാവുമ്പോൾ വി എന്നുള്ളത് 2v ആവും. v² എന്നുള്ളത് 2v² ആവും. 2v² മീൻസ് 4v². സോ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ½ mv² എന്നുള്ളത് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു 4 × ½ mv² എന്നായി മാറും. അതായത് 4 മടങ്ങ് എന്നതാണ് നമ്മുടെ ആൻസർ. ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി വേഗമാണ് കൂട്ടത്തിൽ പെടാത്തത്. റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് സ്റ്റാൻഡേർഡ് 8 ചാപ്റ്റർ 9 ചലനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കണ്ടെത്താം. നമുക്കറിയാം 2 തരം ഭൗതിക അളവുകളുണ്ട്. ഒന്ന് സദിശ അളവുകൾ അഥവാ വെക്റ്റർ ക്വാണ്ടിറ്റീസും രണ്ടാമത്തേത് അദിശ അളവുകൾ അഥവാ സ്കെയിലാർ ക്വാണ്ടിറ്റീസും. സദിശ അളവുകൾ എന്ന് പറയുന്നത് പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന അളവുകളാണ്. അവയ്ക്ക് ഉദാഹരണമാണ് സ്ഥാനാന്തരണം, പ്രവേഗം, ത്വരണം, ബലം, ഭാരം എന്നിവ. എന്നാൽ ദിശ പ്രസ്താവിക്കേണ്ടതല്ലാത്ത അളവുകളുണ്ട്. അങ്ങനെയുള്ള അളവുകളാണ് അദിശ അളവുകൾ. ഉദാഹരണം നീളം, ദൂരം, വ്യാപ്തം, സാന്ദ്രത, മാസ്, വേഗത എന്നിവ. 77ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? സ്റ്റാൻഡേർഡ് 10 ചാപ്റ്റർ 3 വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. ജനറേറ്ററിൽ നടക്കുന്നത് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുകയാണ്. വൈദ്യുത കാന്തിക പ്രേരണം പ്രയോജനപ്പെടുത്തിയാണ് യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണമായിട്ട് നമുക്ക് ജനറേറ്ററിനെ കണക്കാക്കാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 78. നമ്മുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 ഊർജ്ജ പരിപാലനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്.
ന്യൂക്ലിയർ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ. ഇത്തരം റിയാക്ടറുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തൊക്കെ വൈദ്യുതി നിലയം പ്രവർത്തിക്കുന്നത്. ന്യൂക്ലിയർ പ്രവർത്തന ഫലമായിട്ട് മാരകമായ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് ഉണ്ടാകുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അന്തരീക്ഷമർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്നുള്ളത്. ഓപ്ഷൻ ബി ബാരോമീറ്റർ ആണ് ശരിയായ ആൻസർ. ഓപ്ഷൻ എ ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് പാലിൻ്റെ ശുദ്ധത, അതിൻ്റെ ഡെൻസിറ്റി അളന്നുകൊണ്ട് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഹൈഡ്രോമീറ്ററും ഡെൻസിറ്റി അളക്കാനുള്ള ഒരു ഉപകരണമാണ്. തെർമോമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അളക്കുവാനുള്ള ഒരു ഉപകരണമാണ്.